എന്താ സാരംഗി ഇവിടെ നിന്ന് പരുങ്ങുന്നത്? എന്തു പറ്റി? പിന്നിൽ നിന്നുള്ള നരന്റെ ചോദ്യം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ഞാൻ അവൾ പറയാനൊരുങ്ങിയെങ്കിലും അത് മുഴുമിപ്പിച്ചില്ല. ദേവിന്റെ കൂടെ നടക്കുന്നവരല്ലേ, അയാളുടെ സ്വഭാവം തന്നെയായിരിക്കും അവനുമെന്ന് വിചാരിച്ചു അവൾ. ഒന്നുമില്ല, ഞാൻ വെറുതെ. ഓ. പിന്നെ ഒന്നും ചോദിക്കാൻ നിൽക്കാതെ അവൻ വാഷിംഗ് ഏരിയയിലേക്ക് പോയി. അവൾക്കാണെങ്കിൽ വാഷ്റൂമിൽ പോവാനുള്ള ടെൻഡൻസി കൂടിക്കൂടി വരികയായിരുന്നു. പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട്. അവൾ കൂടുതൽ ചിന്തിക്കാൻ നിൽക്കാതെ നരന്റെ പിന്നാലെ പോയി വാഷിംഗ് ഏരിയ കണ്ടുപിടിച്ചു. ഓഹോ, ഇതിനായിരുന്നല്ലേ അവിടെ നിന്ന് പരിങ്ങിയിരുന്നത്. അവൻ കൈ കഴുകി കഴിഞ്ഞപ്പോ പുറകിൽ കണ്ട ചാരുവിനോട് ചോദിച്ചു. അവൾ മുഖത്തൊരു പുച്ഛഭാവം വരുത്തി കൈ കഴുകി. സാരംഗി, ദേവ നീ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ലാട്ടോ. അവൻ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ചില ട്രോമകളാണ് അവന്റെ ഈ പെരുമാറ്റത്തിലെ മാറ്റത്തിന് കാരണം. താൻ വിചാരിച്ച തന്റെ സ്നേഹം കൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റിയേക്കും. നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, വഴിതെറ്റിപ്പോയ ആണിനെ കല്യാണം കഴിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന്. അതാവുമ്പോ ആ പെണ്ണാനെ നന്നാക്കിക്കൊള്ളുമല്ലോ. നിങ്ങൾ ഈ ഭാഗ്യപരീക്ഷണത്തിന് ഇട്ടുകൊടുക്കുന്ന പെണ്ണിന്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവളുടെ ജീവിതം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്നതിലെ നിസ്സഹായത നിങ്ങൾക്കറിയുമോ? ചാരുവിന്റെ വാക്കുകൾ അവനിൽ തെല്ലൊന്ന് നോവുപടർത്തി. പിന്നെയാണ് അവൾക്ക് പണം കൊടുത്തിട്ടുള്ള കാര്യം ദേവ് പറഞ്ഞത് അവൻ ഓർത്തത്. ആ വേദനയെക്കുറിച്ച് നിനക്കറിയാൻ വഴിയില്ലല്ലോ. നീ പണത്തിനു വേണ്ടി അവന്റെ ജീവിതത്തിലേക്ക് വന്നവളല്ലേ. പിന്നെ നീ ഈ തത്വങ്ങളൊക്കെ പറയുന്നത് എന്തിനാ? കഴിയുമെങ്കിൽ അവന് സ്നേഹം പകർന്ന് അവന് നല്ലൊരു ജീവിതം സമ്മാനിക്ക്. എന്റെ ശരീരത്തിന് വിലയിട്ട് എന്നെ വിലക്ക് വാങ്ങിയ അയാളെ സ്നേഹിക്കാൻ ഈ ജന്മം എനിക്ക് കഴിയില്ല. ഒരു പെണ്ണിന്റെ ശരീരത്തിന് ഒരു തരി പോലും ബഹുമാനം നൽകാത്ത അയാളെപ്പോലെ ഒരു പുരുഷന് ഒരിക്കലും ഞാൻ എന്റെ ഹൃദയത്തിൽ ഒരിടം നൽകില്ല. എത്രയും വേഗം അയാൾ എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാനാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ജനിപ്പിച്ചവർക്ക് പോലും ആവശ്യമില്ലാത്ത ഒരു പാഴ് ജന്മമാണ് ഞാൻ. അയാൾക്കെങ്കിലും എന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. ചാരു കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. ദേവ് പറഞ്ഞ പോലത്തെ ഒരു മോശം പെണ്ണാണ് ഇവളെന്ന് സംസാരം കേട്ടിട്ട് തോന്നുന്നേയില്ലല്ലോ, നരൻ സ്വയം പറഞ്ഞു. അങ്ങനെ അവർ നേരെ റൂമിലേക്ക് പോയി. അടുത്തടുത്ത് തന്നെയുള്ള 2 റൂമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ദേവ് കാർഡ് ഉപയോഗിച്ച് അവരുടെ മുറിയുടെ ഡോർ തുറന്നതും ചാരു വേഗം അകത്തേക്ക് കയറി. ഡാ, വേഗം കുളിച്ച് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് വാട്ടോ. ഇവിടെ മാത്രം കിട്ടുന്ന നമ്മുടെ സ്പെഷ്യൽ സാധനം ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട്. അരമണിക്കൂറിനുള്ളിൽ അതെത്തും. എന്താടാ ഇത്? ആ പെണ്ണിനെ അവിടെ ഒറ്റക്കാക്കിയിട്ട് അവൻ നിന്റെ കൂടെ വെള്ളമടിക്കാൻ വരികയാണോ? നീ അങ്ങോട്ട് കയറിക്കേ. നരൻ അവനെ മുറിക്കുള്ളിലേക്ക് തള്ളി. അവർ ഒരാഴ്ചത്തെ ട്രിപ്പിനല്ലേ വന്നിരിക്കുന്നേ. നമ്മൾ നാളെ ഇവിടുന്ന് പോയില്ലേ? അത് കഴിഞ്ഞ അവർ തനിച്ച് തന്നെയല്ലേ. പിന്നെ അങ്ങോട്ട് ഫുള്ള് കളി തന്നെയല്ലേ. ഞാൻ വരാം, ഒരു അരമണിക്കൂർ. നീ അപ്പോഴേക്കുമൊക്കെ സെറ്റാക്കി വെക്ക്. ദേവ് മുറിയിലേക്ക് കയറി കഥകടച്ചു. അപ്പോഴേക്കും ചാരു കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നല്ല കറുത്ത നീളമുള്ള മുടി സീകുന്ന അവളെ ദേവിന്റെ കണ്ണുകൾ ഉടക്കിയെങ്കിലും ചാരു അവനെ ഒന്ന് തുറച്ചു നോക്കിയപ്പോ അവൻ അന്ന് ഓട്ടം പിൻവലിച്ച് ബാത്റൂമിലേക്ക് കയറി. എവിടേക്കാ പോകുന്നേ? കുളിയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയ ദേവിനോട് ചാരു ചോദിച്ചു. അറിഞ്ഞിട്ടെന്തിനാ? ഞാനിവിടെ ഒറ്റക്ക്, എനിക്ക് പേടിയാകും. ഓ പിന്നെ, ചെറിയ കുട്ടിയാണല്ലോ പേടിച്ചോണ്ടിരിക്കാൻ. ഞാനേ വെള്ളം അടിക്കാൻ പോകുക. എന്താ, നീ വരുന്നോ? അവന്റെ സംസാരം കേട്ടിട്ട് ചാരുവിന് ദേഷ്യവും സങ്കടവും ഇരച്ചുവാരി വന്നു. അവളോടുള്ള ദയയും അനുകമ്പയും കൊണ്ടൊന്നും ആവില്ല അവൻ അവളെ കൊണ്ട് വന്നത് എന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നുവെങ്കിലും അതുപോലെ ഒരു വലിയ നഗരത്തിലേക്ക് എത്തിയപ്പോ അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം കണ്ട് ആസ്വദിക്കാമെന്ന പ്രതീക്ഷ അവളിൽ ഉണ്ടായിപ്പോയി. നിരാശയോടെ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന അവളെ നിഷ്കരണം അവഗണിച്ചുകൊണ്ട് അവൻ അവരുടെ അടുത്തേക്ക് പോയി. അടഞ്ഞുകിടക്കുന്ന മുറിക്കുള്ളിൽ ഒരു ഫോൺ പോലും ഇല്ലാതെ അവൾക്ക് ശ്വാസം മുട്ടി. നേരം ഒരുപാടായിട്ടും ദേവ് അവിടേക്ക് വന്നില്ല. ഒന്ന് പുറത്തേക്കിറങ്ങിയാലോ എന്ന ചിന്തയിടക്ക് അവളിൽ ഉണ്ടായെങ്കിലും അതിനുള്ള ധൈര്യമില്ലാതിരുന്നതുകൊണ്ട് അവൾ പിന്നെ അവിടെ തന്നെ നിന്നു. ചാരു ക്ലോക്കിലേക്ക് നോക്കി. സമയം രാത്രി 8 മണി കഴിഞ്ഞിരിക്കുന്നു. ഈ മുറിയിൽ എന്നെ അടച്ചിടാനാണ് ഈശ്വര അയാൾ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അവൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടത്. ചാരുവിന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. ദേവ് വന്നല്ലോ എന്ന ആശ്വാസത്തിൽ അവൾ ഓടിപ്പോയി കതക് തുറന്നു. പക്ഷേ ആ സമയം അവൾ പ്രതീക്ഷിച്ച പോലെ അവിടേക്ക് വന്നത് ദേവായിരുന്നില്ല, പ്രദീപായിരുന്നു. മദ്യപിച്ച് സ്വബോധമില്ലാതെയാണ് അവൻ നിൽക്കുന്നത് എന്ന് അവനെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി. എന്താ ഒറ്റയ്ക്കിവിടെ പരിപാടി? കുഴഞ്ഞ നാവുകളോട് അവൻ ചോദിച്ചു. ദേവേട്ടനെവിടെ?
ഓ, ദേവേട്ടനെ മാത്രമേ പറ്റുകയുള്ളൂ നിനക്ക്. അവൻ റൂമിനകത്തേക്ക് കടന്ന് കഥ കടച്ചു. ഹേ, നിങ്ങൾ എന്താ ചെയ്യുന്നേ? അവളുടെ ഹൃദയമിടിപ്പ് കൂടി. ഞാനൊന്നും ചെയ്തില്ലല്ലോ, ചെയ്യാൻ പോകുന്നല്ലേ ഉള്ളൂ. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു. മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോ, ഇല്ലെങ്കിൽ ഞാൻ എപ്പോ ബഹളം വെച്ച ആള് കൂട്ടും. അത് കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചു. ഈ റൂമിൽ നിന്ന് നീ എന്ത് ശബ്ദം ഉണ്ടാക്കിയാലും അത് പുറത്തേക്ക് കേൾക്കില്ല. ഇതൊക്കെ അത്രയും വെൽ സെറ്റബിൾ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാ. സാരംഗി, വെറുതെ നമ്മളൊരു പിടിവലിക്ക് നിൽക്കണ്ട. അധികമൊന്നും വേണ്ട, 1 മണിക്കൂർ, ഒറ്റൊരു മണിക്കൂർ, അത്ര മാത്രം. നീ എന്നെ ഒന്ന് സ്നേഹിച്ചാ മതി, ഞാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ പോവും. വൃത്തിയായിട്ടവനെ, നീ എന്നെ പറ്റി എന്ത് വിചാരിച്ചടാ? സ്വന്തം കൂട്ടുകാരന്റെ ഭാര്യയുടെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ പറയാൻ നാണമില്ല നിനക്ക്? അവനോട് ഞാൻ നേരിട്ട് ചോദിച്ചാ നിന്നെ ഒരു രാത്രി എനിക്ക് തരുമോ എന്ന്. അവന് പൂർണ്ണ സമ്മതം. പക്ഷേ അവന്റെ ചോരയിൽ ഒരു കുഞ്ഞു പിറന്നതിന് ശേഷമേ അത് നടക്കുകയുള്ളെന്ന് പറഞ്ഞു അവൻ. അവന്റെ വാക്കുകൾ ചാരുവിന്റെ ഹൃദയം കീറിമുറിച്ചുകൊണ്ട് കടന്നുപോയി. കൂട്ടുകാരന് പോലും അവളെ വച്ചു നീട്ടിയ ഭർത്താവിനെ ഓർത്ത് അവൾക്ക് വേദന തോന്നി. എന്ത് ചെയ്യാം, എനിക്ക് അതുവരെ കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ല. നിന്റെ സ്ട്രക്ചറും മാറിടത്തിന്റെ ഭംഗിയും നിന്റെ അടുത്തേക്ക് വരുംതോറുമുള്ള നിന്റെ വിയർപ്പിന്റെ ഗന്ധവുമെല്ലാം എന്റെ സിരകളെ മത്തി പിടിപ്പിക്കുകയാണ് സാരംഗി. നിന്റെ ശരീരം എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്റെ ലൈംഗികത മരിച്ചു പോകുമോ എന്നുവരെ എനിക്ക് തോന്നിപ്പോകുന്നു. പ്രദീപ അവളുടെ ദേഹത്തേക്ക് അവന്റെ നാസികയെ അടുപ്പിച്ച് അവളുടെ ഗന്ധം വലിച്ചെടുത്തോണ്ട് പറഞ്ഞു. മാറി നിക്കടാ. അവൾ അവനെ പിടിച്ച് തള്ളി. ഡീ, എന്റെ അടുത്ത് കൂടുതൽ വെളച്ചിലെടുക്കലേ നീ. അവൻ താഴെ നിന്നും എഴുന്നേറ്റ് അവളുടെ കൈ പിടിച്ച് പുറകിലേക്കാക്കി. പിന്നെ അവൾക്ക് അവിടെ നിന്ന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. ഞാൻ പണം ഓഫർ ചെയ്യാനിട്ടാണോ നീ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്നേ? എത്രയാന്ന് വെച്ച് പറഞ്ഞോ. നിന്റെ ശരീരത്തിന് എത്ര വില തരാനും ഞാൻ റെഡിയാ. തെരുവിലേക്ക് ഇറങ്ങി നോക്ക്. പൈസക്ക് വേണ്ടി നിന്റെയൊക്കെ മുന്നിൽ കിടന്നു തരുന്ന വേഷികൾ അവിടെ ഉണ്ടാവും. അല്ലാതെ നിന്റെ കഴപ്പ് എന്റെ മേൽ തീർക്കാന്ന് കരുതേണ്ട. അവന്റെ കയ്യിൽ നിന്ന് കുതറി മാറാൻ ശ്രമിച്ചു ചാരു, പക്ഷെ സാധിക്കുന്നില്ല. അവർക്കും നിനക്കും തമ്മിൽ എന്ത് വ്യത്യാസമാടിയുള്ളത്? ദേവിന്റെ മുന്നിൽ നീ കിടന്നു കൊടുക്കുന്നതും പണത്തിന് വേണ്ടി തന്നെയല്ലേ? അവൻ അവളെ ബെഡിലേക്ക് തള്ളി. തിളച്ചു നിൽക്കുന്ന വികാരത്തോടെ അവൻ അവളിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. അവന്റെ ഷർട്ടിന്റെ ഓരോ ബട്ടൺസും ഊരിമാറ്റി. വേണ്ട, പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. അവൾ ദയനീയമായി കരഞ്ഞു. അവളുടെ കരച്ചിൽ അവനിൽ ആവേശം കൂട്ടിക്കൊണ്ടിരുന്നു. അവൾ കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ കൈകൾ ഉപയോഗിച്ച് അവൻ അവളെ ബന്ധിച്ചു. കാമവെറിയോടെ അവളുടെ മാറിടങ്ങളെയും അരക്കെട്ടിനെയും നോക്കി അവൻ വെള്ളമിറക്കി. മെലിഞ്ഞ ഭംഗിയിൽ നിൽക്കുന്ന അവളുടെ നീളൻ കഴുത്തുകളിലേക്ക് അവന്റെ അതരങ്ങളെ അടുപ്പിച്ചു. ചാര അവളുടെ സർവ്വശക്തി ഉപയോഗിച്ച് അവനിൽ നിന്നും വേർപെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് വാതിലിൽ ശക്തമായ മുട്ടൽ കേൾക്കുന്നത്. പ്രദീപിന്റെ ശ്രദ്ധ അതിലേക്ക് മാറിയതും ചാരു അവൻ അവളുടെ ദേഹത്തു നിന്നും പിടിച്ചു തള്ളി. അവൻ താഴേക്ക് തെറിച്ചു വീണു. ചാരു ഓടിപ്പോയി കതക് തുറന്നു. ദേവായിരുന്നു അത്. കൂടെ നരനുമുണ്ട്. അവനെ കണ്ടതും അവൾ നിയന്ത്രണം വിട്ട് അവനെ പോയി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവൻ അവളെ പിടിച്ച് മാറ്റിയില്ല. പാതി മദ്യലഹരിയിലാണെങ്കിലും അവന് സ്വബോധം നഷ്ടപ്പെട്ടിരുന്നില്ല. ഇയാളെന്നെ? ചാരു കരഞ്ഞുകൊണ്ട് പ്രദീപിന്റെ നേരെ വിരൽ ചൂണ്ടി. ദേവ, ഞാൻ. പ്രദീപ് അപ്പോഴേക്കും അവിടേക്ക് ഭയം നിറഞ്ഞ മുഖത്തോടെ ഓടി വന്നു. നീ എന്താ ഇവിടെ? എടാ, ഞാൻ നമ്മുടെ പ്രൊജക്ടിന്റെ ഫയൽ ഇവിടെ നിന്റെ അടുത്തല്ലേ ഉണ്ടായിരുന്നത്. നിന്നോട് ഞാൻ ചോദിച്ചപ്പോ നീയല്ലേ പറഞ്ഞത് മുറിയിലുണ്ടാവും, പോയി എടുത്തോളാൻ. ഞാനോ? എപ്പോ? എടാ, നീ പറഞ്ഞു. സാധനം അകത്തായതുകൊണ്ട് നിനക്ക് ഓർമ്മയില്ലാത്തതാവും. ഞാൻ അതെടുക്കാൻ വേണ്ടി മുറിയിലേക്ക് കയറിയപ്പോ ഇവൾ അകത്ത് നിന്ന് കഥ കടച്ചു. എന്നിട്ട് ഞാനത് എങ്ങനെയാ നിന്നോട് പറയുക? പെട്ടെന്നുള്ള അവന്റെ പെരുമാറ്റത്തിൽ മാറ്റം ചാരു വല്ലാതെ അമ്പരന്നു പോയി. എന്നിട്ട് ബാക്കി പറയടാ. ദേവ അവിടെ നിന്ന് അലറി. ഞാൻ അവനോട് പറഞ്ഞതാ, അവന്റെ കുഞ്ഞിന് ജന്മം നൽകുന്നത് വരെ നിന്റെ ശരീരത്തിൽ തുടരുത് എന്ന് അവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. പക്ഷേ നീ ഒരിക്കലും ഇതൊന്നും അറിയാൻ പോകുന്നില്ല എന്നും പറഞ്ഞ അവൾ എന്റെ മുന്നിൽ വസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി. അപ്പോ പിന്നെ ഞാനൊരാണല്ലേടാ, എന്റെ നിയന്ത്രണം വിട്ടുപോയി. പ്രദീപ് പറയുന്നതെല്ലാം കേട്ടിട്ട് ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ ചാരു നിശ്ചലയായി പോയി. അവളുടെ തൊണ്ടക്കുഴിയിൽ നിന്നും ഒരു അക്ഷരം പോലും പുറത്തേക്ക് വന്നില്ല. ദേവ് കത്തുന്ന കണ്ണുകളോടെ ചാരുവിനെ നോക്കി. തുടരും.